അളിയൻ എന്ത് വർത്താനാണ് അളിയ പറയുന്നത്? എന്റെ മോളെ കല്യാണത്തിന് പാചകക്കാരനെ കൊണ്ടുവരാൻ അളിയൻ ഏറ്റതല്ലേ? എന്നിട്ട് കല്യാണത്തിന്റെ തലേന്ന് പാതിരാത്രി വിളിച്ചിട്ട് പാചകക്കാർ വരികയാണെന്ന് പറഞ്ഞ അളിയ ഈ രാത്രി ഞാനിനി ആരെപ്പോയി വിളിക്കാനാണ് അളിയ? കാറ്ററിംഗ് ഒന്നും ശരിയാകുന്നില്ല. ഇത്ര സാധനം ഇവിടെ മേടിച്ചു വെച്ചിട്ട് അയ്യോ പാചകക്കാർ വന്നേ പറ്റുള്ളൂ. 1500 പേരെ വിളിച്ചേക്കണം. അവരുടെ മുമ്പ് ഞാൻ എന്നെ എടുത്തിട്ട് വിളമ്പും. അളിയ കളിക്കില്ലേന്ന്. പാചകക്കാർ വന്നേ പറ്റുള്ളൂ. ആരെങ്കിലും നോക്കാന്നാ? അല്ലല്ലോ അങ്ങനെ അത് കട്ടിയില്ലേ? എന്നാ പ്രശ്നം? എടാ എന്റെ അളിയനാണല്ലോ പാചകക്കാർ ഏറ്റത്. അതെ ഇപ്പൊ വിളിച്ചിട്ട് പറയാ പാചകക്കാര് വരികയാണെന്ന്. പകരത്തിന് ആരെങ്കിലും വിടാൻ നോക്കാന്ന്. ചേട്ടനൊന്ന് സമാധാനപ്പെടുന്നേ. ഞാൻ എങ്ങനെ സമാധാനമായിട്ട് ഇരിക്കൂടെ? ഇത്ര സാധനം മേടിച്ചു വെച്ചിട്ട് ആരെങ്കിലും വിളിക്കാൻ? നീ ഇതൊക്കെ തട്ടിക്കളയല്ലേ? നീ വന്നേ, ആരെങ്കിലും നോക്കാം. വാ വിളിച്ചു നോക്കാം. സാധനങ്ങളൊക്കെ അടുപ്പിച്ചിട്ട് നിങ്ങൾ അവളോട് ചോദിക്കട്ടെ. ആശാനെ പുറകിലുണ്ട് കേട്ടോ. പോലീസാ? പോലീസല്ലെന്ന് ഞാൻ പുറകിലുണ്ടത്. കമ്പിപ്പാരെ കടിക്കും ഞാൻ. നീ പുറകിലുള്ള കാര്യം എനിക്കറിയാൻ പറ്റില്ല. നീ ഒറ്റൊരുത്തന്നെ ഇന്നത്തെ ബാങ്കുകളെ തകർത്ത് കേട്ടോ. അത്തണ്ടി ഞാൻ എന്നെ ചെയ്തിട്ടാന്ന്. നീ എന്നാ ചെയ്തെന്നാ? ഞാൻ എന്നെ ചെയ്തെന്നാ? നീ പുതിയൊരു അപ്രന്റീസിനെ കൊണ്ടുവന്ന് നമ്മളെ കൊള്ളസംഘത്തിൽ കയറ്റാനായിട്ട് അവന്റെ വലതുകാലം വെച്ച് കേറി പോലീസ് വന്ന് നമ്മളിട്ട് ഓടിച്ച്. എവിടെ നിന്ന് കിട്ടിയതാ അവന്? അതിപ്പോ അവനൊരു ഒരു ആവശ്യം വെച്ചപ്പോ ഞാനങ്ങ് അവന് കൂട്ടിയതല്ല നമ്മുടെ കൂടെ. നീ എന്നെ കൂടെ പോലീസ് പിടിപ്പിക്കും. എടാ അവനെ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല. നമ്മളെ ബാങ്കിൽ നിന്ന് ചാടി ഓടിയില്ലേ? അന്നേരം അവൻ പുറകെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെ കണ്ടില്ല ആശാനെ. എവിടെ പോയി? നീ പോലീസ് പിടിച്ച് അവനെ ഇടിച്ച് നമ്മുടെ പേരും കൂടെ അവൻ പറയിപ്പിക്കാറ്. കരുനാക്ക് വിളിച്ചൊന്നും മിണ്ടായിരിക്കാവോ? അവനെ പിടിച്ചെങ്കിൽ പിടിച്ചോട്ടെ. നമ്മുടെ കൂടെ ഒഴിവാക്കി കിട്ടിയില്ല ഈ എണ്ണം കേട്ടവൻ. അത് മതി ആശാനെ. ഒഴിവായില്ല വേണ്ട വന്ന്. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. മേൽശാന്തി ഹോമം കഴിക്കാനായിട്ട് വന്നതാണോ? ചേട്ടാ നീ എവിടെ പോയി കിടക്കുമായിരുന്നു? അച്ഛനെ നമ്മളിപ്പോ ആ ബാങ്കിൽ കൊള്ള നടത്തിക്കൊണ്ടപ്പോ ഇറങ്ങി ഓടിയില്ലേ പോലീസ് ഓടിച്ചപ്പോ? അങ്ങനെ ഞാൻ ഓടി വന്നപ്പോ ഉണ്ടല്ലോ ആശാനെ, ഞാൻ നോക്കുമ്പോ ഒരു അമ്പലം ഒറ്റയ്ക്ക് ഇരിക്കണം. പിന്നെ അമ്പലം എവിടെ കൂട്ടുകാരൻ പിടിച്ചിരിക്കുന്നത്? അങ്ങനെയല്ലെന്ന്, ഒരു കിടക്കല്ല അമ്പലം. ഞാൻ നോക്കിയപ്പോ അതിന്റെ ഗേറ്റ് പൂട്ടിട്ടേക്കണു. എന്നിട്ട് മതിൽ ഞാൻ ചാടി കടന്നു. എന്നിട്ട് അവിടെ നിന്ന് 1/2 മണിക്കൂർ ഞാൻ അങ്ങ് തൊഴുതു. പോലീസ് പിടിക്കില്ലേ, ഞങ്ങളെ രക്ഷിക്കണേന്നും പറഞ്ഞു. ഈ പട്ടീനെ അങ്ങ് വെട്ടിയാലോ കൂടെ. നീ അവിടെ പ്രാർത്ഥിച്ചോണ്ട് നിന്ന സമയത്ത് ആ പണ്ണാര അടിച്ചോണ്ട് വന്നായിരുന്നു എന്തൊരു അന്തസ്സം ഉണ്ടാകുന്നറിയോ? ആശാൻ എന്നെ അനുഗ്രഹിക്കണം. എന്നെ അരങ്ങേറ്റാണല്ലോ. അരങ്ങേറ്റം നടത്താൻ ഇത് കലാമണ്ഡലവും ഞാൻ കഥകളി ആശാനുമാണ്. ആണല്ലേ അങ്ങോട്ട് പറ ഇവിടെ. എടാ ഇവനെ കണ്ടപ്പോഴേ മനസ്സിലായി ഇവൻ നമ്മുടെ കൂടെ കൂടാൻ പറ്റിയ ആളല്ല. എടാ കൊള്ള സംഘത്തിൽ കള്ളന്മാരുടെ കൂടെ കൊണ്ട് ഒരു കള്ള ലക്ഷണമൊക്കെ വേണം മുഖത്ത്. ഇവന്റെ മുഖം നീ അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവന്റെ മുഖത്ത് കള്ള ലക്ഷണം ഉണ്ടോ? ആ അതാണ്, അവന്റെ മുഖത്ത് കള്ള ലക്ഷണം ഇല്ല. എനിക്കോ? നീ കമ്പനി പ്രോഡക്റ്റ് അല്ലേ? അവൻ കുറിയും തൊട്ട് മുടിയും തേച്ച് നിക്കറ് വാങ്ങിക്കാൻ കാശില്ല. അന്നേരം അവൻ ദുൽഖർ കളിച്ച് നടക്കും അവിടെ. എടാ നമ്മള് വെപ്രാളപ്പെട്ട് ഓടിക്കേറിയത് സ്ഥലം മാറിപ്പോയി കേട്ടോ. ഏതോ കല്യാണ വീടിന്റെ കലവറയാ. ശരിയാട്ടത്. പച്ചക്കറിയും പലവ്യഞ്ജനം. ഒരു പണി ചെയ്യാം, ഇവിടെ നിന്ന് ആരെങ്കിലും വന്ന് നമ്മളെ പൊക്കും. ഉറപ്പാണ്. അതിന് മുമ്പ് ഇവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ നോക്കാം. ഭാഷനെ പോലീസ് പിടിച്ചു. പാതിരാത്രി 12 മണിക്ക് 3 പേരും കൂടി പമ്മി പതുങ്ങി കലവറ വന്നിട്ട് എന്നെ പറ്റിച്ച് മുങ്ങാന്ന് കരുതിയല്ലടാ. നീയൊക്കെ കാണിച്ച മര്യാദയാണെന്ന് തോന്നണ്ട. ആദ്യമായിട്ടാണ് അതിന്റെ ഒരു ആദ്യമായിട്ടാണെന്ന് പറഞ്ഞ് ഇങ്ങനെയാണ് കാണിക്കണത്. പറ്റിപ്പോയെന്ന് പറഞ്ഞ് നിൽക്കണോണ്ടാ തോന്നുന്നുണ്ട്. ഏതോ ബാങ്ക് കൊള്ള കഴിച്ചിട്ട് വന്നിട്ടാണ്. അതന്നെ അപ്പോഴേ പണി തുടങ്ങിക്കോ. പണിയാ? പാചകക്കാരല്ലേ? ആണോന്നാ? ആവാന്നോ? ആയെന്നോ? നീയൊക്കെ പാചകക്കാരാണോ അല്ലേ? അത് പറ. ശരിക്കും പറഞ്ഞാലേ ഞങ്ങള് പാചകക്കാർ തന്നെയാണ്. എന്തിനാ ചവിട്ടി? എന്റെ നമ്പൂതിരി സ്ലാങ് കറക്റ്റ് ആയിരുന്നില്ല. സ്ലാങ് കറക്റ്റാ, പക്ഷെ നിന്റെ ഫിഗർ ലോക പരാജയം. നിങ്ങൾ അതും ഇതും പറഞ്ഞേക്ക്. അത് പാചകം തുടങ്ങാൻ നോക്ക്. തുടങ്ങുതോ? ആയിക്കോട്ടെ. അല്ല ഇതെന്തിനാ ഡ്രില്ലിംഗ് മെഷീൻ? അത് വിത്ത് തുറക്കാൻ മത്തം തുറക്കാനൊക്കെ ഡ്രില്ലിംഗ് മെഷീന്റെ ആവശ്യമുണ്ടോ? അതാണ് ആശാന് തെറ്റിപ്പോയതല്ലേ. ഇത് നമ്മൾ ഡ്രില്ല് ചിക്കൻ അടിക്കാനല്ലേ? ഡ്രില്ല് ചിക്കൻ അല്ല, ഗ്രിൽഡ് ചിക്കൻ. അത് ഗ്രില്ലുണ്ടെങ്കിൽ ഗ്രില്ഡ് ചിക്കൻ. ഇപ്പൊ ഡ്രില്ലുള്ള അപ്പൊ ഡ്രില്ല് ചിക്കൻ അടിക്കാം. ഇവിടെ സദ്യയല്ലേ, നോൺ ഇല്ലല്ലോ. നിന്നോട് ഞാൻ പോന്നപ്പോഴേ പറഞ്ഞതല്ലേ ഇവിടെ പച്ചക്കറിയാണെന്ന്. അതെ പിന്നെ എന്തിനെടുത്തു ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് അപ്പുറത്ത് വെക്കും. ഡ്രില്ലിംഗ് മെഷീൻ ഓക്കെ. എന്തിനാണ് ഈ കോടാലി?
എന്നെ ചിരിക്കണേ ആലോചിക്കട്ടെ. ആലോചിക്കണ്ടത് അത് മുരിങ്ങക്കാരിയാനായിട്ട് മുരിങ്ങക്കാരിയാനായിട്ട് പിച്ചാത്തിയില്ലേ കോടാലയത്തില് എന്റെ പൊന്നിയേട്ടാ എന്നാ ഞങ്ങള് വന്നപ്പോ താമസിച്ചു പോയല്ലോ. താമസിച്ചു. നമ്മള് ഓരോ മുരിങ്ങക്കാവ് എടുത്ത് കത്തിക്കടി ഇങ്ങനെ അരിഞ്ഞോണ്ടിരുന്ന താമസമാവൂലേ? അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ വെച്ചിങ്ങനെ വെട്ടിക്കണ്ടിച്ചങ്ങ് കൂട്ടി ഞങ്ങള്. അപ്പൊ കോടാലിയുടെ കാര്യമൊക്കെ എന്തിനാണ് കമ്പിപ്പാര? പൂട്ട് പൊളിക്കാൻ, തേങ്ങ പൊതിക്കാൻ. തേങ്ങ മൊത്തം പൊതിച്ചിട്ടേക്ക് ആണാ സവാള പൊളിക്കാം. സവാളൊക്കെ പാരമുണ്ടോ? പിന്നെ ഒരുപാട് സവാള അല്ലേ നമ്മൾ താമസിച്ചും പോയല്ലോ. സവാള അങ്ങ് അഴിച്ച് കൂട്ടിയിട്ടിട്ട് കമ്പിപ്പാരുണ്ട് ഇങ്ങനെ പൊളിച്ചങ്ങ് കൂട്ടും. ഏടാവേ കീഴിലും പണിക്കാരാണ് എന്റെ അളിയൻ അറേഞ്ച് ചെയ്തിരിക്കണത്. എന്നാ പിന്നെ താമസിക്കട്ട, പണി തുടങ്ങാലോ. എടാ ഈ പരിപാടിക്ക് ഞാനില്ല കേട്ടോ. എന്നക്കാ ഇവിടെ നിൽക്കുന്ന ശരിയായില്ല. ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പോവാം. പുറത്ത് മുഴുവൻ പോലീസാണ് കേട്ടോ. പോലീസല്ല പട്ടാളം വന്നാലും എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് പാചകം എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയാണ്. നിനക്കറിയാവോ? എനിക്കറിയാൻ മേലെ പാചകം. ഇവന്റെ അച്ഛൻ നല്ല പാചകക്കാരനല്ലായിരുന്നോ? അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങൾ ഇവനെ അറിയാൻ പാടില്ല. പിടിച്ചപ്പോ നിന്നാ മതി. എടാ ഒരു സുപ്രസിദ്ധ കൊള്ളക്കാരനായി ഞാൻ ഇവിടെ കിടന്ന് സവോള ഉള്ളിയും പൊളിക്കണമെന്നാണോ നീ പറയുന്നത്? ആ ഹാജി മസ്താനോ ചോട്ടാരാജനോ കണ്ടു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താകും? അവർക്കൊക്കെ നിങ്ങളെ അറിയാവോ? അവർക്കറിയാമല്ലോ, പക്ഷെ എനിക്ക് അവരറിയാലോ. അതാണ് ഇവിടുത്തെ വിഷയം. ഞാൻ എവിടെ നിന്ന് നിൽക്കില്ല, ഞാൻ രക്ഷപ്പെടാൻ പോകും കേട്ടോ. ചുറ്റും പോലീസാണ്. ചുമ്മാ അനങ്ങാതിരിക്കുക. കേറട്ടാ. എവിടെ പോ? പോവല്ലോ, അങ്ങോട്ട് വരുമല്ലേ. എന്തിരി എന്തിരി ഇത് തുടങ്ങിക്കോട്ടെ എന്നുള്ള അനുവാദം ചോദിക്കേ. ഇപ്പൊ തന്നെ നീയൊക്കെ ലേറ്റ് ആണ്. തുടങ്ങണമെന്ന് ചോദിക്കണം. തുടങ്ങ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലെന്ന്. എപ്പ പറഞ്ഞു? പറഞ്ഞില്ലെങ്കിൽ വേണ്ട. തുടങ്ങണാവേ. തുടങ്ങോട്ട്. എടാ എന്തായാലും അതെങ്ങനെ വന്നേ? നമ്മളല്ലേ ഇതിന്റെ ആശാൻ. നിങ്ങളുടെ കൂട്ടുകാരെ കുറിച്ച് അളിയൻ പറഞ്ഞു ഉഗ്രാന്നാ പറഞ്ഞ. ഈ കൂട്ടുകാരുടെ ചേരുവകൾ എന്തൊക്കെയാണ്? കൂട്ടുകാരിയുടെ ചേരുവകൾ. കൂട്ടുകറിയുടെ ചേരുവകൾ. അയ്യോ അത്ര കോമഡിയാണോ കൂട്ടുകാരി? അതല്ല നീ പറഞ്ഞു കൊടുക്കടാ. എനിക്കറിയാമല്ല. എന്നാ കൂട്ടുകറിയുടെ നീ പറയടാ. ഞാനത് കൂട്ടാറില്ല. എന്നെ കൂട്ടുകാരുടെ ചേരുവ. കൂട്ടുകറിയുടെ ചേരുവകൾ എന്ന് പറഞ്ഞാൽ ഒരു പടവലം, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു ഏത്തക്ക, പിന്നെ ഒരു കത്തി. കത്തി ഇത് മുറിക്കണ്ടേ കറി ഉണ്ടാക്കാൻ? ഞങ്ങളുടെ കൂട്ടുകാർ വെക്കണം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. അല്ല, മത്തൻ, ചേന, ചേമ്പ്, കടല, ബീട്രൂട്ട്. എന്നാ റൂട്ടി പിടിക്കാം. നല്ല റൂട്ടാണ്. എടാ എനിക്കിത് പറ്റത്തില്ല കേട്ടോ. ഒന്നല്ലേ ഞാൻ നിങ്ങളുടെ ആശാനല്ലേ, എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ആ മെനകെട്ട മനുഷ്യൻ കാണാതെ എന്നെ ഒന്ന് പുറത്താക്കി തരാവോ? പുറത്ത് മുഴുവൻ പോലീസാണ്. ഒന്നും വിഷയമില്ല. നിങ്ങൾ പണി എന്നെ ഈ വാർപ്പിനകത്താക്കി അടച്ചിട്ട് ആ വെളി ആ തോട്ടത്തിൽ കൊണ്ട് വെക്കാവോ? ഞാൻ അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടോളാം. ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചിന്തിക്കില്ലെന്ന്. ഇവിടെ ഒന്ന് ആക്കിത്തോളാം, ഞാൻ പൊക്കോളാം. ആക്കി കൊടുക്കാം. കാണാതെ ആ വാഴത്തോട്ടത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും പൊക്കോളാം. പോലീസാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അടക്കടാ അടക്കടാ. അല്ലെന്നേ അനുഭവിക്കട്ടെ, പുള്ളിക്കാരൻ അനുഭവിക്കട്ടെ. ഞാൻ ഇപ്പോഴേ ഈ തുകർത്തിന്റെ കാര്യം ഓർത്ത നിങ്ങൾ ലിസ്റ്റിൽ ഉണ്ടായിരുന്നല്ലോ. അതിപ്പോ ഓർക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇതെന്നെ കാണിക്കണം. ഇതിപ്പോ വെള്ളം അരിയിടാനായിട്ട് ഇതുവരെ വെള്ളം ഇട്ടില്ലേ? അല്ല, ഒരു കാര്യം ചെയ്യ്, പിടിച്ചേ. പെണ്ണിന്റെ അച്ഛനല്ലേ, ഞാൻ സഹായിക്കാം. പിന്നെ പോരെ വെച്ചേ. വേണ്ട, പിടിക്കണ്ട, ഞങ്ങൾ പിടിച്ചു വെച്ചോ. വേണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം. പിടിച്ചേ. ഓക്കെ അല്ലേ? കത്തിച്ചോ. അങ്ങനെ കത്തിക്കാൻ പറ്റൂല. അത് കത്തിക്കാന്ന് അങ്ങനെ കത്തിക്കാൻ പറ്റില്ല. അതിനെ കത്തിച്ച അതിന് ചെറിയ ആചാരങ്ങളുണ്ടെന്ന്. എന്താ ആചാരം? കുറെ ആചാരങ്ങളുണ്ടല്ലോ, പെട്ടെന്ന് കത്തിക്കാൻ പറ്റില്ല. വാർപ്പുരുഷൻ കോപിക്കും. വാർപ്പുരുഷനല്ലോ, വാസ്തുപുരുഷനല്ലേ? അത് വീട് പണിയുമ്പോ വാസ്തുപുരുഷൻ, പാചകം ചെയ്യുമ്പോ വാർപ്പുരുഷൻ, മരം വെട്ടുമ്പോ വെട്ടൂർ പുരുഷൻ. ഞാനെ പെട്ട പുരുഷനാണ്. കത്തിക്ക്. അല്ല, ഇപ്പൊ കത്തിക്കണി പൂജ ചെയ്യണം. എന്നാ പൂജ ചെയ്യ്. പൂജ ചെയ്യാന്ന് എന്നെ തേങ്ങ വേണോ? തേങ്ങ അവിടെ ഉണ്ട്. പൂജ തുടങ്ങ്. താമസിച്ച് തുടങ്ങണല്ലേ? തുടങ്ങ്. കത്തിക്ക്. നോക്കല്ലേ, നിർത്തിയിടാണേ. ധാരോടെ പറയണ കാരണന്മാരുണ്ടല്ലോ. അയ്യോ, മുൻനിർത്തിട്ട് വേണ്ട. നല്ല കാര്യമാ. കത്തിക്കട്ടെ. കത്തിച്ചോ. പൂജ ചെയ്തോ. കത്തിച്ചോ. പൂജ ചെയ്തോ. പൂജ മതി. ചെയ്തോ. ആദ്യമായിട്ടാണ് ആശാന് കത്തിക്കണത്. അല്ല, ആശാനില്ലാതെ ഇങ്ങനെ കത്തിക്കണത്. കത്തിച്ചോ. ഇതെന്തിനാ ഇത്രയും വലിയ വട്ടം വരക്കണം? ഇങ്ങനെ വട്ടം വരച്ചിട്ട് അങ്ങോട്ട് കത്തിച്ചാ പോരാ? ഞാൻ ഇതേ ഉള്ളു. ഇനി ആര് കേട്ടോ? കരച്ചിലേട്ടാ. ഞങ്ങളിങ്ങനെ പാചകം തുടങ്ങുന്നതിന് പറഞ്ഞിട്ട് ചെറിയ പാട്ടും കൂത്തും ചടങ്ങാണ്. ചടങ്ങ് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള പാചകക്കാരനാണ് വിട്ടേക്കണത്. നടക്കട്ടെ.
എന്താണ് ആചാരം ആചാരം അതാണ് ആചാരങ്ങൾ അടിപൊളി ആചാരം. ആചാരം മുറുകുന്തോളും പാചകത്തിന് ഇത് കൂടിക്കൊണ്ടിരിക്കും. എങ്ങനെ ആചാരം മുറുകുന്തോറ് പാട്ടൊക്കെ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ എനിക്കൊരു കാര്യം ചെയ്യാം. മുറുകട്ടെ, തീച്ചിരി കൂട്ടിയിടാം. മുറുകട്ടെ. അയ്യോ അരിയെടുത്തോ. താനെതിനകത്ത് കയറി ഇതിനെതിരെ കയറി സാധകം ചെയ്യുമായിരുന്നു. അത് സംഗീതത്തിലല്ലേ? അല്ല, പാചകത്തിന് സ്വാദ് വേണം. അപ്പൊ സാധകം ചെയ്യണം. എന്റെ ദൈവം, ഭയങ്കര ആചാരം കേട്ടോ. ഈ കൊമ്പം മീശ വെച്ച പാചകക്കാരനെ ഞാൻ ആദ്യമായിട്ട് കാണുക. പൊളിഞ്ഞു. അതെന്നറിയോ, പുള്ളി കൊമ്പത്തെ പാചകക്കാരനാ. എന്തായാലും ഓക്കെ, ഇനി പാചകം നടക്കട്ടെ. സമയമില്ല, നടത്തിക്കോ എളുപ്പം. ഒരു അവസരം കിട്ടിയപ്പോ എന്നെ ചുറ്റുമല്ല നോക്കിയല്ലടാ. നിങ്ങൾക്കല്ലായിരുന്നോ കയറാൻ നിർബന്ധം? എടാവേ അതും പറഞ്ഞിരിക്കാതെ പാചകം തുടങ്ങണം. സമയമില്ല നേരം വെളുക്കാനായിട്ട്. ഒരുവിധമൊക്കെ വേണോ? അയ്യോ, ഇതിന് വരെ പോയാൽ നല്ല കൂലിപ്പണിക്കും പോയാൽ മതി. എന്നെ മണാച്ചനെ അതെന്നാടാ അത്? ഇത് നമ്മളെ പാത്രമെല്ലാം അങ്ങോട്ട് ചിരണ്ടിട്ടേ വേസ്റ്റ് വെച്ചാണ്. മാറ്റി എവിടെയെങ്കിലും കൊണ്ട് മാറ്റി മാറ്റി വെച്ചേക്കാം, മൂടി വെച്ചേക്കാം. അയ്യോ, എന്തായി? ആഹാ, റെഡിയായോ? ഒരുവിധം എല്ലാം എന്തായാലും കീഴിലോ പണിക്കാരായിട്ട് അളിയൻ വിട്ടേക്ക് കേട്ടോ. പിന്നല്ലാതെ. ഉഗ്രായിട്ടുണ്ട്. എനിക്ക് മനസ്സമാനം ഇല്ലായിരുന്നു. പാചകക്കാർ വന്നില്ലെന്ന് പറഞ്ഞ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആളെ വിളിച്ചിട്ട് ഞങ്ങളാ പൊക്കോട്ടെ, നല്ല പരിപാടിയും കഴിഞ്ഞല്ലോ. എവിടെ പോണ്? ഇതൊക്കെ ഇനി ഞങ്ങളുടെ SP വന്ന് ടേസ്റ്റ് ചെയ്യണം. ആ, എന്തിന്? ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് SP എന്തുണ്ടാക്കിയാലും അങ്ങേര് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി കാര്യമുള്ളൂ. SP ഒന്നും ആവശ്യമില്ല. സാറ് തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് അപ്പുറം പറഞ്ഞത് ഞങ്ങൾക്ക് പോകാമല്ലോ. SP വന്നിട്ടുണ്ട്, അദ്ദേഹം ടേസ്റ്റ് ചെയ്തിട്ട് നിൽക്ക് പോവാം. വന്നിട്ടുണ്ട്. SP ആരാ പാചകക്കാരൻ? ഇതാ അവന്റെ മുഖമില്ലേ? മുഖമുണ്ടല്ലോ. ഇതാ നിന്റെ ഞാൻ എവിടെയൊന്നും കിട്ടുന്നില്ല. തലയിടിച്ച് പൊട്ടിക്കണ്ട, ഞാനല്ല. നീയാണ്. പൂജപ്പുര കിട്ടി. പൂജപ്പുര ബാങ്കിന്റെ വാർഷിക ആഘോഷത്തിന് നീയല്ലേ സദ്യ ഉണ്ടാക്കിയ? ആണ് നീ ഉണ്ടാക്കിയ. അന്ന് കഴിച്ച പുളിശ്ശേരിയുടെ രുചി ഇന്നും നാവിന്റെ അകത്തുനിന്ന് പോയിട്ടില്ല കേട്ടാ. അത് കഴിഞ്ഞ് പിന്നെ പല്ല് തേച്ചില്ലേ? അതല്ലെന്ന് അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. ഇന്ന് ഇവിടെ അങ്ങനൊക്കെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യണമല്ലോ. ടേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, ഓക്കെ ആണ്. അല്ല, ടേസ്റ്റ് ചെയ്യട്ടെ. ഞാൻ നോക്കിയതിന് ശേഷം പറയാം കേട്ടാ. ഇത് നോക്കട്ടെ. സൂപ്പർ, അടിപൊളി. കിടുക്ക്. അത് കിടക്കി. ഇതും സൂപ്പർ. അതെന്നാ അവന്റെ കൈയിട്ട് പറഞ്ഞു. കൊള്ളാം, സൂപ്പർ. അത് ഞാൻ തരത്തില്ല. തരത്തില്ലെന്ന്? അല്ലല്ല, മാറിക്കടാ. ഇല്ല, അത് ഞങ്ങൾക്ക് കിട്ടും. മാറിക്കടാ. അത് നോക്കണ്ട. ആട്ടെ ഞാൻ പുളിയിഞ്ചി സൂപ്പർ. പുളിയിഞ്ചി സൂപ്പറാണ്. ഞാൻ വെച്ചതാണ്. അല്ല, സാറിപ്പോ എവിടെ ജോലി? അല്ല, ഞാൻ ടൗണിൽ തന്നെ. ടൗണിലാണോ? ഓ, ഇപ്പൊ ഇന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു? ഇന്നില്ലായിരുന്നു. അതിനാ? ഇന്ന് ഡ്യൂട്ടി. ഇത് കല്യാണമൊക്കെ അല്ലേ? കല്യാണം. സാർ ഏത് സ്റ്റേഷനിലാ? സ്റ്റേഷനിലോ? സാർ SP അല്ലേ, സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്? അയ്യോ, ഞാൻ SP അല്ല. പിന്നെ സുകുമാരൻ പിള്ള എന്നാ എന്റെ പേര്. സുകുമാരന്റെ എസും പിള്ളയുടെ PU എടുത്ത് SP. എല്ലാരും എന്നെ SP എന്നാ വിളിക്കുന്നത്. അപ്പൊ സാറിന്റെ ജോലി എന്നാ? തയ്യല. അത് ഈ പാൻറ് കണ്ടപ്പോ പിടികിട്ടി. അപ്പൊ പാചകം പാചകം ഓക്കെയാ. എന്തായാലും എനിക്ക് സമാധാനായി. കൃത്യസമയത്ത് എന്നെ ഒന്ന് സഹായിച്ചല്ല. പാചകം അടിപൊളിയായ സ്ഥിതിക്ക് പറഞ്ഞതിൽ 10,000 രൂപ കൂടുതൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. സൂടാ എടാ, പൈസ ആയിട്ട് വരാൻ പറഞ്ഞിട്ട് എടാ ഇങ്ങോട്ട് ദേ പിടിച്ചേ. സന്തോഷമായല്ല? ഓക്കെ, അപ്പൊ സന്തോഷം. എടാ നമുക്ക് ഓരോന്നടിയാം. സമാധാനമില്ല, ആൾക്കാരുടെ മുമ്പിൽ പെട്ടെന്ന് അതുപോലെ കരച്ചിൽ തുടങ്ങി. എന്തിനാണെന്നറിയോ? പ്രാരാബ്ദം പറഞ്ഞ് നമ്മുടെ പൈസ തരാതിരിക്കാൻ. നടക്കില്ല കേട്ടോ. ഈ പരിപാടി ഇന്ന് മറന്നേക്കണം കേട്ടോ. നാളെ വൈകിട്ട് കൃത്യം നേരെ വൈറ്റില ജംഗ്ഷൻ എത്തിയേക്കണം. നാളെ നമ്മൾ എന്നാ ബാങ്കാണോ ഉദ്ദേശിക്കുന്നത്, സ്വർണ്ണക്കടയാണോ ഉദ്ദേശിക്കുന്നത്? രണ്ടുമല്ല, ഒരു തട്ടുകട. തട്ടുകട കുത്തി തുറന്നിട്ട് എന്നെ വളിച്ച ബീഫ് കിട്ടാനോ? കുത്തി തുറക്കാനല്ല തെണ്ടി. നാളെ ഞാൻ പുതിയൊരു തട്ടുകട സ്റ്റാർട്ട് ചെയ്യാൻ പോവോ. നീ അതിന്റെ പാചകക്കാരൻ, ഇവൻ അതിന്റെ സപ്ലയർ, ഞാൻ അതിന്റെ മാനേജർ. പോലീസിന്റെ ഇടികൊള്ളാൻ മേല